സ്വന്തം യൂട്യൂബ് അക്കൗണ്ടിന്റെ നിങ്ങൾ മറന്നുപോയ പാസ്വേഡ് അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷനിൽ തന്നെ പോകേണ്ടതായിട്ട് മുകളില് സൈഡിലേക്ക് നമ്മൾ സ്ക്രോൾ പാസ്വേഡ് കാണാനും ചേഞ്ച് ചെയ്യുവാണ് എന്റെ ചാനൽ ലോഗിൻ ആയിട്ടുള്ളത്. ചെയ്യുമ്പോൾ സൈൻ ഔട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. എനിക്കറിയാം ഇന്ന് നമ്മുടെ വീഡിയോ കാണുന്ന പലരും സ്വന്തം യൂട്യൂബ് അക്കൗണ്ടിന്റെ ജിമെയിൽ പാസ്വേഡ് മറന്നുപോയിട്ടുള്ളവരായിരിക്കും. ഇപ്പോൾ പല യൂട്യൂബേഴ്സിനും സ്വന്തം യൂട്യൂബിന്റെ പാസ്വേഡ് തന്നെ അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മറന്നുപോയ പാസ്വേഡ് വെറും 2 മിനിറ്റ് കൊണ്ട് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാമെന്നും അതുപോലെ നിങ്ങളുടെ ഫോണിൽ തന്നെ ഈ പാസ്വേഡ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങളുടെ പാസ്വേഡ് ഒത്തിരി പേർക്ക് അറിയാം, ഇനി അവർക്ക് നമ്മളുടെ ചാനലിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ പാസ്വേഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതിനെ കുറിച്ചും ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. ഇതിനു വേണ്ടി നമ്മുടെ ഫോൺ സ്ക്രീനിലേക്ക് പോവാം. അതിനു മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിയേറ്റേഴ്സിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയറി കാണാത്ത ആൾക്കാർ അതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ ചാനലിലും ആ മാറ്റങ്ങളൊക്കെ വരുത്തി വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പാസ്വേഡ് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് യൂട്യൂബ് ആപ്ലിക്കേഷനിൽ തന്നെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂട്യൂബ് നമുക്ക് ഓപ്പൺ ചെയ്യുക. ഇവിടെ താഴെയായിട്ട് കാണാം, നമ്മുടെ പ്രൊഫൈൽ കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മറ്റൊരു പേജിൽ നമ്മുടെ ചാനലിന്റെ പേര് തൊട്ട് താഴെയായിട്ട് പിന്നെ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ മറ്റൊരു ഇന്റർഫേസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ മുകളിൽ സൈഡിലേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ചാനൽ സെക്യൂർ ആയിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് കഴിയും നിങ്ങളുടെ ചാനലിന്റെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. അപ്പോൾ എനേബിൾഡ് ആണോ എനേബിൾഡ് അല്ലയോ എന്നുള്ള കാര്യം 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾഡ് ആക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നിങ്ങളുടെ ചാനൽ മറ്റാർക്കും ഹാക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനുശേഷം നമുക്ക് സെക്യൂരിറ്റി കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. തൊട്ട് താഴെയായിട്ട് പാസ് കീ എന്നൊരു ഓപ്ഷനും കാണാം. അതിന് താഴെയായി പാസ്വേഡ്. ഇവിടെ നമ്മുടെ പാസ്വേഡ് കാണാനും ചേഞ്ച് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇവിടെ മറ്റു കുറച്ച് ഓപ്ഷൻസും കൂടെ ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പിന്നെ ഇവിടെ താഴെയായി നിങ്ങൾക്ക് റിക്കവറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. റിക്കവറി ഫോൺ നമ്പർ എന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ റിക്കവറി ഫോൺ നമ്പർ എന്നിടത്ത് ഒരു മൊബൈൽ നമ്പർ ആഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ഫോണ് എവിടെയെങ്കിലും കളഞ്ഞു പോയി എന്ന് വിചാരിക്കുക. ആ ഫോണിലായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ഉള്ളത്. നിങ്ങൾക്ക് മെയിൽ ഐ ഡിയും പാസ്വേഡും ഒക്കെ അറിയാമായിരിക്കും. പക്ഷെ മറ്റൊരു ഫോണിലൂടെ നമ്മുടെ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു റിക്കവറി OTP വരും. അപ്പോൾ മറ്റൊരു ഫോണിൽ നമ്മുടെ നമ്പർ ആഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ റിക്കവറി OTP വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചാനലിൽ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ തൊട്ട് താഴെയായിട്ട് റിക്കവറി ജിമെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇവിടെയും നിങ്ങൾ നമ്മുടെ ചാനലിന്റെ മെയിൽ ഐ ഡി അല്ലാതെ മറ്റൊരു മെയിൽ ഐ ഡി ഇവിടെ ആഡ് ചെയ്ത് വെക്കണം. ഇതിന്റെ ഉപയോഗവും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ ഇതൊക്കെ ചെക്ക് ചെയ്ത് ക്ലിയർ ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഇതിലും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മുടെ ചാനൽ ഏതൊക്കെ ഫോണിൽ ലോഗിൻ ആണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ കാണാനായിട്ട് കഴിയും എന്റെ ചാനൽ ഏതൊക്കെ ഫോണിൽ ലോഗിൻ ആണ് എന്നുള്ളത്. എന്റെ തന്നെ ഒരു ഫോണായ വിവോ V20യിലും മറ്റൊന്ന് എന്റെ ഒരു ഐഫോണിലുമാണ് എന്റെ ചാനൽ ലോഗിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ചാനൽ ഏതൊക്കെ ഫോണിലാണ് ലോഗിൻ ആയിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത മറ്റേതെങ്കിലും ഫോണിൽ ലോഗിൻ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സിംപ്ലി നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യുവർ ഡിവൈസസ് എന്ന് പറയുന്ന ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഏത് ഫോണിലാണോ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ആയിട്ടുള്ളത് സൈഡിലെ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈൻ ഔട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ സൈൻ ഔട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജിമെയിൽ
സൈൻ ഔട്ട് ആയിക്കോളും. ഇതുവരെയും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് നമ്മുടെ പാസ്വേഡ് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അവിടെ 2 ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. ന്യൂ പാസ്വേഡ്, കൺഫേം ന്യൂ പാസ്വേഡ്. അപ്പോൾ പാസ്വേഡ് ന്യൂ പാസ്വേഡ് എന്നുള്ളിടത്ത് നമ്മുടെ പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് തന്നെയാണ് കൺഫേം ന്യൂ പാസ്വേഡ് എന്നുള്ളിടത്ത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി താഴെയായിട്ട് ചേഞ്ച് പാസ്വേഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ അക്കൗണ്ടിൽ ന്യൂ പാസ്വേഡ് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് പാസ്വേഡ് മറന്നു പോയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അല്ല ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി. മാക്സിമം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.